കഴിഞ്ഞ കുറച്ച് വർഷമായി മഴയും വെള്ളവും ഒക്കെ പല സമയത്ത് പല തരത്തിലാവുന്നതുകൊണ്ട് ആലപ്പുഴയിൽ നെഹ്റു ട്രോഫി ജലമേള എപ്പോഴും പ്രതിസന്ധിയിലാവുന്നത് പതിവാണ്. ഇത്തവണ പരമ്പരാഗതമായി നെഹ്റു ട്രോഫി ജലമേള നടത്തിപ്പോരുന്ന തീയതിയിൽ മാറ്റം വരുത്തണം എന്നാവശ്യപ്പെട്ട് നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റി ടൂറിസം വകുപ്പിന് റിപ്പോർട്ട് നൽകി. ഓഗസ്റ്റ് മാസം 2-ാം ശനിയാഴ്ച നടത്തപ്പെടുന്ന ജലമേള ഓഗസ്റ്റ് 30-ന് ഒരു സ്ഥിരം തീയതിയാക്കി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്ന് മേള മാറ്റിവെക്കുകയും ക്ലബ്ബുകൾക്ക് വലിയ നഷ്ടം ഉണ്ടാവുകയും എന്നാലൊട്ട് ആ നഷ്ടപരിഹാരം കൃത്യമായി ലഭിക്കാതെ വരികയും ചെയ്തതോടെയാണ് പുതിയ ആവശ്യവുമായി NTBR സർക്കാരിനെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന NTBR സൊസൈറ്റിയുടെ യോഗത്തിലാണ് തീയതി മാറ്റുന്നതിനെ സംബന്ധിച്ച് സർക്കാരിനെ അറിയിക്കാനായി അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത്. നിപ്പയും പ്രളയവും കോവിഡും മറികടന്ന ജലമേള തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങൾ കൂടി എത്തിയതോടെ നിരന്തരം മാറ്റിവെക്കപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ലക്ഷങ്ങൾ ചിലവഴിച്ച് പവലിയനുകൾ ഉൾപ്പെടെ നിർമ്മിക്കുമെങ്കിലും പലപ്പോഴും ക്ലബ്ബുകളെ പോലും കണ്ണീരിലാഴ്ത്തി പ്രകൃതി പ്രതികൂല കാലാവസ്ഥ കൊണ്ട് ജലമേളയെ വെല്ലുവിളിച്ചു. സംഘാടക സമിതിക്കും ക്ലബ്ബുകൾക്കും തുടർച്ചയായി നഷ്ടം വന്നതോടെയാണ് ജലമേളയുടെ തീയതി മാറ്റമെന്ന ആവശ്യം ശക്തി പ്രാപിക്കുന്നത്. ഓഗസ്റ്റ് 2-ാം ശനിയാഴ്ച ആകുമ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ ആലപ്പുഴയുടെ പ്രശ്നമല്ല, കോഴിക്കോടോ അല്ലെങ്കിൽ വയനാടോ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടും അല്ലെങ്കിൽ ഇടുക്കി ഭാഗത്തിൽ ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ അവരുടെ ആ ദുഃഖത്തിന് നമ്മൾ പങ്കുചേരുന്നു. അതനുസരിച്ച് നമ്മുടെ ക്ലബിൻ്റെയും വള്ളംകളി മാറ്റിവെക്കേണ്ടി വരുന്നു. അങ്ങനെ മാറ്റിവെക്കുമ്പോൾ ക്ലബ്ബുകൾക്ക് 40-50 ലക്ഷം രൂപയോളം അധിക ചിലവായിട്ട് വരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ക്ലബ്ബിന് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനം എടുത്തത്. എൻ്റെ ആഗ്രഹവും നമ്മുടെയൊക്കെ എല്ലാവരുടെയും ആഗ്രഹം ഓഗസ്റ്റ് 2-ാം ശനി നടത്തണമെന്നാണ് ആഗ്രഹം. പക്ഷെ ക്ലബിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ 30-ാം തീയതിയിലേക്ക് മാറ്റിവെക്കാൻ കാരണം. വള്ളംകളിയുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച എന്നത് ലോക ടൂറിസം ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിരിക്കുന്ന തീയതികളിലൊന്നാണ്. തീയതി മാറ്റത്തെ സംബന്ധിച്ച് കൃത്യമായൊരു പ്രചാരണം ടൂറിസം വകുപ്പ് മുൻകൈയെടുത്ത് നടത്തിയില്ലെങ്കിൽ സഞ്ചാരികളുടെ വരവിനെ ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ടൂറിസം വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ പോലും ജലമേളയെ സംബന്ധിച്ച പ്രചാരണ പോസ്റ്റുകൾ ഇല്ലാതിരുന്നത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഈ അനുവദിച്ച് ഓഗസ്റ്റ് 2-ാം തീയതി ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തെ ശനിയാഴ്ച അദ്ദേഹം പ്രഖ്യാപിച്ചിട്ട് 8 മാസം കഴിഞ്ഞിട്ടാണ് ഈ 1 കോടി രൂപ നമുക്ക് കിട്ടുന്നത്. ഒന്ന് ആലോചിക്കണം. അതേസമയം അതേ ടൂറിസം മന്ത്രി പിണറായി ഫെസ്റ്റിന് 2 കോടി അനുവദിച്ചു. അതുപോലെ തന്നെ ബേപ്പൂർ ഫംഗ്ഷന് 2 കോടി അനുവദിച്ചു. പക്ഷേ ഈ 70 വർഷം നടക്കുന്ന വള്ളംകളി, അതായത് ഏതാണ്ട് 70-60 ചുണ്ടൻ വള്ളങ്ങളും മത്സരങ്ങൾ നടക്കുന്ന സ്ഥലത്ത് 1 കോടി അനുവദിക്കുന്നത്. ഏതാണ്ട് കൊതുമ്പ് വള്ളം പോലുള്ള ചെറിയ വള്ളത്തിന് മത്സരമാണ് ബേപ്പൂറും അതുപോലെ തന്നെ പിണറായി ഫെസ്റ്റ് നടത്തുന്നത്. അതിന് തരുന്ന 2 കോടി 3 കോടി 4 കോടിയൊക്കെ പണം മുടക്കുവാണ്. ലക്ഷങ്ങൾ മുടക്കി പരിശീലനത്തിലിറങ്ങുന്ന ക്ലബ്ബുകൾക്ക് മേള മാറ്റിവെക്കലിലൂടെ വലിയ നഷ്ടമുണ്ടായിട്ടും സർക്കാർ ധനസഹായം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് ഗതികെട്ട് ഓണത്തിന്റെ വരവറിയിച്ച് നടത്തിപ്പോന്നിരുന്ന ജലമേള 30-ലേക്ക് മാറ്റണമെന്ന് NTBR അഭ്യർത്ഥിക്കുന്നത്. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.